നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ദിവാലി സ്വീറ്റ് ക്യാരറ്റ് ബർഫിയാണ്. ക്യാരറ്റ് കോക്കനട്ട് ബർഫി നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റാണ്. എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ കുറച്ച് സമയം എടുക്കും. ക്യാരറ്റും തേങ്ങയും കൂടെ ആ പാലിൽ കിടന്ന് അങ്ങനെ കുറുക്കി വരണം. അപ്പോഴാണ് ഈ ക്യാരറ്റ് കോക്കനട്ട് ബർഫിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ദിവാലി സ്പെഷ്യൽ ക്യാരറ്റ് കോക്കനട്ട് ബർഫി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ക്യാരറ്റ് സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് വെച്ചിട്ടാണ് ക്യാരറ്റ് സ്വീറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 2 സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. തൊലി തന്നെ നന്നായിട്ട് കളയണം. നടുവൊന്ന് മുറിച്ചെടുക്കാം. നടുവൊന്ന് ഞാൻ മുറിച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കത് ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നീളത്തിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വലിയ അളവുള്ള ഗ്രേറ്ററിൽ തന്നെ വെച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു നടുക്കൂടെ മുറിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് നീളം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതാ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ചെറുതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് നീളം ഇല്ലാതെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് ആണുള്ളത്. 2 കപ്പിന് 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് പാല്, അതായത് 1/2 ലിറ്റർ പാലാണുള്ളത്. പഞ്ചസാര 3/4 കപ്പ്, പിന്നെ നെയ്യ് 2 ടേബിൾ സ്പൂൺ, ഏലക്ക, ഒരു നുള്ളു ഉപ്പ്. ഇത്രയാണ് നമ്മുടെ ക്യാരറ്റ് ബർഫി ഉണ്ടാക്കാൻ, അതായത് ക്യാരറ്റ് സ്വീറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പം ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ക്യാരറ്റ് ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ ഒരു 3-4 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങയാണ്. തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് വരട്ടിയെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ തേങ്ങ ഇട്ടൊക്കെ 2 മിനിറ്റൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടേ ഉള്ളൂ. നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ക്യാരറ്റും തേങ്ങയും കൂടെ നെയ്യിലിങ്ങനെ വരട്ടുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലാണ് വരിക. ഈ ക്യാരറ്റും തേങ്ങയും പാലിൽ കിടന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിടണ്ട, മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിപ്പം തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട്. നമുക്കിത് തീയൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് അങ്ങ് മാറ്റി വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എപ്പോഴും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. കുറേയൊക്കെ വറ്റിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ്. ആ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ക്യാരറ്റും തേങ്ങയും കൂടി അങ്ങ് വേവുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ക്യാരറ്റ് സ്വീറ്റിന് ഉണ്ടാവുക. അപ്പോൾ ഇടയ്ക്കൊന്ന് വന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമുക്ക് നമ്മുടെ വേറെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പം തിക്കായിട്ടുണ്ട്. ഒരു 25 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. മൊത്തത്തിൽ നന്നായിട്ടിത് വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ലൂസാവും. അപ്പോൾ പഞ്ചസാര കിടന്ന് കുറച്ച് സമയം ഒന്ന് വരട്ടിയെടുക്കണം. ഇതിപ്പം നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം എടുക്കും ഉണ്ടാക്കാനെന്നേ ഉള്ളൂ നമുക്ക്. പക്ഷേ ബുദ്ധിമുട്ടൊന്നുമില്ല. എളുപ്പത്തിൽ കഴിയുന്ന ഒരു സ്വീറ്റാണ്. ഇപ്പം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി. അപ്പോൾ നന്നായിട്ടൊന്ന് വെതറിയിട്ട് ഇളക്കി. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് നേരത്തെ എടുത്ത് വെച്ചതിൻ്റെ ബാക്കി നെയ്യാണ് സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ നന്നായിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഈ ബർഫി ഉണ്ടാക്കേണ്ടത്. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനൊരു ട്രെയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണേലും ചെയ്തിട്ട് കൊടുക്കാം.
കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്കൊന്ന് നെയ്യൊന്ന് ഗ്രീസ് ചെയ്യാം. ഒക്കെ ഞാൻ നേരത്തെ എടുത്തു വെച്ച നെയ്യുടെ ബാക്കി തന്നെയാണ്, എക്സ്ട്രാ ഒന്നും എടുത്തിട്ടില്ല. നെയ്യാക്കിയിട്ടുണ്ട് ഫുള്ളായിട്ട്. നമുക്കത് മാറ്റി വെക്കാം. നല്ല മണമാണ് കേട്ടോ നമ്മുടെ ക്യാരറ്റ് ബർഫി ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത്. ഒന്ന് നമുക്ക് മുറിച്ചെടുക്കാൻ പാകത്തിന് ടൈറ്റാക്കി എടുക്കാം. നമുക്കിതിലേക്ക് പഞ്ചസാര ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇപ്പം മതി, ഞാൻ ഓഫാക്കാൻ പോവാണ്. കുറച്ച് സമയമായിട്ട് ഒരു 15 മിനിറ്റൊക്കെ നമ്മൾ നെയ്യിൽ വഴറ്റിയിട്ടുണ്ട്. ഞാൻ ഓഫാക്കുകയാണേ. അപ്പം നമുക്ക് ട്രേക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വലിയ ട്രേ ആണ്. അപ്പം നമുക്കിത് കുറച്ചൊരു തിക്നെസ്സിൽ നമുക്ക് എടുക്കാം. ഒരേ ഹൈറ്റിലൊന്ന് ആക്കി കൊടുക്കാം. നമുക്കിത് കുറച്ച് ബദാമും പിസ്തയും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇട്ടതിന് ശേഷം ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് അതും കൂടെ ഒന്ന് അവിടെ അമർത്തി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാം ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആവി വെള്ളം വീഴാൻ പാടില്ല, അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ മാത്രം മതി. ഒന്ന് മാറ്റി വയ്ക്കാം. അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. മുറിച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോ പീസായിട്ട് എടുത്ത് മാറ്റി വെക്കാം. ഇതിപ്പം കാരറ്റ് ബർഫി എല്ലാം റെഡി ആയിട്ടുണ്ട്. 8 പീസാണ് ഉള്ളത്, വലിയ പീസസ് ആണ്. അപ്പം ഞാനത് കാണിച്ചു തരാം. ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. എത്ര സോഫ്റ്റ് ആണെന്നറിയോ. നല്ല ഓറഞ്ച് കളറാണ് അതിൻ്റെ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. കാരണം ക്യാരറ്റും തേങ്ങയും പാലിൽ കിടന്ന് അങ്ങ് വെന്തിട്ടുള്ള ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അത് കഴിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ക്യാരറ്റ് ആണെന്ന് പറയില്ല, അത് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. ഈ പ്രാവശ്യത്തെ ദീപാവലിക്ക് ക്യാരറ്റ് ബർഫി എല്ലാവരും ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.